ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറന്ന് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് 2024 ഗാന്ധിനഗറിൽ സമാപനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 3 ദിവസത്തെ ഉച്ചകോടി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ഭാവിയിലേക്കുള്ള കവാടം എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ബിസിനസ് സഹകരണം, വിജ്ഞാനം പങ്കിടൽ, വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമായുള്ള ആഗോളവേദി എന്നീ ലക്ഷ്യങ്ങളോടെ 2003 ആദ്യ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് നടന്നത്. ഉച്ചകോടിയുടെ 10ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ഈ വർഷത്തെ ഉച്ചകോടിയിൽ 34 രാജ്യങ്ങളും 16 സംഘടനകളും പങ്കാളികളായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്ന വേദി ഉച്ചകോടിയുടെ പ്രത്യേകതയായിരുന്നു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതായിരുന്നു ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന. പുതിയ സ്വപ്നങ്ങളുടെയും പുതിയ തീരുമാനങ്ങളുടെയും തുടർച്ചയായ നേട്ടങ്ങളുടെയും സമയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. भारत अपनी आजादी के 100 वर्ष मनाएगा, तब तक हमने भारत को विकसित बनाने का लक्ष्य रखा है और इसलिए ये 25 साल का कार्यकाल भारत का अमृतकाल है. ये नए सपने, नए संकल्प और नित्य नूतन सिद्धियों का कार्यकाल है. UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വികസനത്തിനും നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുമുള്ള ആഗോളവേദിയായി വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ മേഖല, നൂതന ആരോഗ്യ പരിപാലനം, ഇന്ത്യയുടെ തുറമുഖ അടിസ്ഥാന സൌകര്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നില്ലേ ഇന്ത്യ UAE പങ്കാളിത്തം അദ്ദേഹം എടുത്തു പറഞ്ഞു. भारत और UAE ने फूड पार्क्स के विकास के लिए, रिन्यूएबल एनर्जी के क्षेत्र में सहयोग बढ़ाने के लिए, इनोवेटिव हेल्थ केयर में निवेश के लिए कई महत्वपूर्ण समझौते किए हैं. भारत के पोर्ट इंफ्रास्ट्रक्चर में UAE की कंपनियों द्वारा कई बिलियन डॉलर के नए निवेश पर सहमति बनी है. UAE के सॉवरेन वेल्थ फंड द्वारा गिफ्ट सिटी में ऑपरेशन शुरू किए जाएंगे. ट्रांसवर्ल्ड कंपनी यहां एयरक्राफ्ट और शिप लीजिंग एक्टिविटीज भी शुरू करने जा रही है. ഗിഫ്റ്റ് സിറ്റിയിൽ UAEയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് ആരംഭിച്ചതും ട്രാൻസ്വേൾഡ് കമ്പനികളുടെ വിമാന, കപ്പൽ വാടകയ്ക്ക് നൽകുന്ന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി പരാമർശിച്ചു. മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസിയുടെ ഉച്ചകോടിയിലെ സാന്നിധ്യത്തെ പരാമർശിച്ചുകൊണ്ട് ആഫ്രിക്കൻ യൂണിയനെ G20 സ്ഥിരാംഗത്വത്തിൽ ഉൾപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. പ്രസിഡന്റ് ന്യൂസിയുടെ സാന്നിധ്യം ഇന്ത്യ മൊസാംബിക്, ഇന്ത്യ ആഫ്രിക്ക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു. भारत के लिए गर्व की बात है कि हमारी G20 प्रेसिडेंसी में अफ्रीकन यूनियन को स्थायी सदस्यता मिली. प्रेसिडेंट न्यूसी की भारत यात्रा से हमारे संबंधों को तो बल मिला ही है, भारत अफ्रीका के बीच घनिष्ठता और बढ़ी है. ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി പീറ്റർ ഫിയാലയുടെ സന്ദർശനം ഇന്ത്യയുമായും വൈബ്രന്റ് ഗുജറാത്തുമായുള്ള ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓട്ടോമൊബൈൽ, ടെക്നോളജി, മാനുഫാക്ചറിംഗ് മേഖലകളിൽ ചെക്ക് റിപ്പബ്ലിക്കുമായുള്ള സഹകരണം പ്രധാനമന്ത്രി പരാമർശിച്ചു. चेक के प्रधानमंत्री हिज एक्सेलेंसी पैत्र फियाला जी की ये पहली भारत यात्रा इस पद पर है. वैसे वो भारत पहले भी आए हैं. चेक लंबे समय से
वाइब्रेंट गुजरात समिट से जुड़ा हुआ है। भारत और चेक के बीच टेक्नोलॉजी, ऑटोमोबाइल्स, मैन्युफैक्चरिंग जैसे सेक्टर्स में सहयोग लगातार बढ़ रहा है। हिज एक्सेलेंसी पैत्र फियाला, मुझे विश्वास है आपकी इस यात्रा से दोनों देशों के संबंध और मजबूत होंगे। हमारे यहां कहा जाता है, अतिथि देवो भव, और प्रधानमंत्री के रूप में आपकी तो ये पहली भारत विजिट है। उम्मीद है आप बहुत शानदार यादें लेकर यहां से जाएंगे। നോബൽ സമ്മാന ജേതാവും ടിമോർ ലെസ്റ്റെ പ്രസിഡന്റുമായ ജോസ് റാമോസ് ഹോട്ടെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി തന്റെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വം പ്രയോഗിച്ചത് എടുത്തു പറഞ്ഞു. नोबेल लॉरिएट और तिमोर लेस्ते के राष्ट्रपति हिज एक्सेलेंसी रामोस होर्ता का भी मैं भारत में स्वागत करता हूं। हिज एक्सेलेंसी रामोस होर्ता का गांधीनगर आना और विशेष है। आपने महात्मा गांधी के नॉन वायलेंस के सिद्धांत को अपने देश के स्वातंत्र्य संग्राम से जोड़ा है। വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി പുതിയ ആശയങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും വഴി തുറന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. वाइब्रेंट गुजरात ग्लोबल समिट को 20 वर्ष पूरे हुए हैं। बीते 20 वर्षों में इस समिट ने नए आइडियाज को प्लेटफॉर्म दिया है। इसने इन्वेस्टमेंट्स और रिटर्न्स के लिए नए गेटवे बनाए हैं। और अब वाइब्रेंट गुजरात ग्लोबल समिट की इस बार की थीम है गेटवे टू द फ्यूचर। 21वीं सदी की दुनिया का फ्यूचर हमारे साझे प्रयासों से ही उज्जवल बनेगा. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി കാലയളവിൽ ഭാവിയിലേക്കുള്ള ഒരു രൂപരേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत ने अपनी G20 प्रेसिडेंसी के दौरान भी ग्लोबल फ्यूचर के लिए एक रोड मैप दिया है. वाइब्रेंट गुजरात ग्लोबल समिट के इस एडिशन में भी इस विजन को और आगे बढ़ा रहे हैं. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു വിശ്വമിത്രം എന്ന റോളിലാണ് ഇന്ത്യ മുന്നേറുന്നത്. പൊതുവായ കൂട്ടായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ആഗോളക്ഷേമത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും പരിശ്രമവും കഠിനാധ്വാനവും ലോകത്തെ സുരക്ഷിതവും സമൃദ്ധവുമാക്കുന്നു. സുസ്ഥിരതയുടെ പ്രധാന സ്തംഭമായാണ് ലോകം ഇന്ത്യയെ കാണുന്നത്. The world looks at India as an important pillar of stability, a friend who can be trusted, a partner who believes in people-centric development, a voice that believes in global good, a voice of the global south, an engine of growth in the global economy, a technology hub for finding solutions, a powerhouse of talented youth, and a democracy that delivers. വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത്, ജനകേന്ദ്രീകൃത വികസനത്തിൽ വിശ്വാസയോഗ്യമായ പങ്കാളി, ആഗോള നന്മയിൽ വിശ്വസിക്കുന്ന ശബ്ദം, ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ ചാലകശക്തി, കഴിവുള്ള യുവാക്കളുടെ ശക്തി കേന്ദ്രം, ഇതൊക്കെയാണ് ഇന്ന് ഇന്ത്യ. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
10 साल पहले भारत 11th पर था। आज दुनिया की हर प्रमुख रेटिंग एजेंसी का अनुमान है कि भारत अगले कुछ वर्षों में दुनिया की टॉप 3 इकोनॉमी में जाएगा। दुनिया के लोग जो एनालिसिस करना है करते रहे, मेरी गारंटी है कि हो जाएगा। ഇന്ത്യയിൽ നിക്ഷേപകർക്ക് നിരവധി അവസരങ്ങളാണ് ഉള്ളത്. ഈ സാധ്യതകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി. വികസിത ഭാരതത്തിലേക്കുള്ള ഭാവി വാതായനങ്ങൾ തുറന്നാണ് ഉച്ചകോടി സമാപിക്കുന്നത്.